നമസ്കാരം. മോസ് ബില്ലിങ്ങിൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഡാറ്റാസ് എൻട്രി ചെയ്യുന്നത് നോക്കാം. ആദ്യം ലോഗിൻ ചെയ്തതിന് ശേഷം സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന മെനുവിൽ ടീച്ചർ മാസ്റ്റർ എന്ന മെനുവിൽ എത്തുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ പേരുകൾ, അതിനൊരു കോഡും ഒരു പേരും കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് സേവ് ചെയ്യുക. അടുത്തതായി എൻട്രി ചെയ്യേണ്ടത് ഫീസാണ്. അപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് എന്നുള്ള മെനു വീണ്ടും ക്ലിക്ക് ചെയ്ത് ഫീസ് മാസ്റ്റർ എന്ന ഓപ്ഷനിലെത്തുക. അവിടെ ഫീസിനൊരു കോഡും ഒരു നെയിമും കൊടുക്കുക. എക്സാമ്പിൾ സ്കൂൾ ഫീസാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ സ്കൂൾ ഫീസ് എന്ന് കൊടുക്കുക, നെയിമും സ്കൂൾ ഫീസ് എന്ന് തന്നെ കൊടുക്കുക. അപ്ഡേറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് സേവ് ചെയ്യുക. അവിടെ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തതായി ചെയ്യേണ്ടത് അഡ്മിഷൻ ഫോമാണ്. അതിനായിട്ട് സ്കൂൾ മാനേജ്മെൻറ്റ് എന്നുള്ള മെനുവിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അഡ്മിഷൻ ഫോം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അഡ്മിഷൻ നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. പേര്, അഡ്രസ്സ്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അവരുടെ ഫോൺ നമ്പറുകൾ, ഇമെയിൽ, സ്റ്റാൻഡേർഡ് ഏതാണ്, സെക്ഷൻ ഏതാണ്, റോൾ നമ്പർ എന്താണ്, അങ്ങനെ ആ ഫോമിൽ കാണുന്ന കോളംസ് എല്ലാം ഫില്ല് ചെയ്യുക. ക്ലാസ് ടീച്ചറെ സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ അഡ്മിഷൻ ഫീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വൺ ടൈം അഡ്മിഷൻ ഫീസ് എത്രയാണോ അത് കൊടുക്കുക. വലത് സൈഡിൽ ഫീസ് എന്നൊരു ടാബ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ഫീസും എൻ്റർ ചെയ്യുക. അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് അഡ്മിഷൻ ഫോം സേവ് ചെയ്യുക. എല്ലാ സ്റ്റുഡൻറ്റിൻ്റെയും ഡേറ്റ പ്രോപ്പറായി എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ മാസത്തെയും ഫീസ് ബുക്കിംഗ് ചെയ്യണം. അതിനുവേണ്ടി സ്കൂൾ മാനേജ്മെൻറ്റ് എന്നുള്ള മെനു വീണ്ടും ക്ലിക്ക് ചെയ്ത് മന്ത്ലി ഫീസ് ബുക്കിംഗ് എന്ന ഓപ്ഷൻ എടുക്കാം. മാസം തുടങ്ങുന്ന സമയത്ത് ഏതൊക്കെ സ്റ്റുഡൻറ്റിൻ്റെയാണോ നമുക്ക് പൈസ കളക്ട് ചെയ്യേണ്ടത് ആ സ്റ്റുഡൻറ്റിനെ എല്ലാം ലോഡ് ചെയ്ത് ജനറേറ്റ് ഫീസ് ബുക്കിംഗ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. അതിനായി ലോഡ് സ്റ്റുഡൻറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ സ്റ്റുഡൻസിനെയും വരും. അവരുടെ ഫീസുകളും പ്രോപ്പറായിട്ട് ലോഡാവും. ജനറേറ്റ് ഫീസ് ബുക്കിംഗ് എന്നൊരു ബട്ടൺ വലത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് യെസ് കൊടുക്കാം. അപ്പം എല്ലാ സ്റ്റുഡൻറ്റിൻ്റെയും ഇൻവോയ്സ് ജനറേറ്റ് ആവുന്നതായിരിക്കും. ചെയ്യേണ്ടത് റെസിപ്റ്റ് വൗച്ചറാണ്. അതിനായിട്ട് അഡ്മിഷൻ ഫോമിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്റ്റുഡൻറ്റിനെയും കാണും. ഏത് സ്റ്റുഡൻ്റാണോ നമുക്ക് പൈസ തന്നത്, അതായത് അവരുടെ ഫീസ് തന്നത്, ആ സ്റ്റുഡൻറ്റിനെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അഡ്മിഷൻ നമ്പർ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം സെലക്ട് ചെയ്തതിന് ശേഷം ഏത് സ്റ്റുഡൻ്റാണോ നമുക്ക് എമൗണ്ട് തന്നത് ആ സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്ത് ആഡ് റെസിപ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ അവരുടെ റെസിപ്റ്റ് വൗച്ചറിലേക്ക് വരും. വലത് സൈഡിൽ എമൗണ്ട് എന്നൊരു കോളമുണ്ട്. അതിൽ എമൗണ്ട് എത്രയാണോ നമുക്ക് തന്നത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്യാം. അപ്പം ബാലൻസ് കാണിക്കുന്ന ഓപ്ഷനിൽ ടാഗ് എന്നൊരു കോളമുണ്ട്. ടാഗ് ചെയ്തതിന് ശേഷം ഡേറ്റ് ചെക്ക് ചെയ്യുക. അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് സേവ് ചെയ്യുക.